പ്രതീക്ഷകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. നമ്മൾ ആരാണെന്ന് അവ ഒരിക്കലും ചോദിക്കാറില്ല. പകരം നമ്മൾ മറ്റാരെങ്കിലും പോലെയാണോ എന്ന് മാത്രമേ അവ ഉറ്റുനോക്കാറുള്ളൂ. വർഷങ്ങളോളം ക്യാമറയ്ക്ക് മുന്നിലേക്ക് നടന്നു വരുമ്പോഴൊക്കെ ദുൽഖർ സൽമാൻ എന്ന നടൻ നേരിട്ടത് ഈ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളോട് പോരാടുന്നതിന് പകരം അദ്ദേഹം അതിലും പ്രയാസമേറിയ മറ്റൊന്ന് ചെയ്തു. അദ്ദേഹം ആ പ്രതീക്ഷകളെയും അതിജീവിച്ച് വളർന്നു. ആ താരതമ്യങ്ങളെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഏറ്റവും എളുപ്പമുള്ള വഴി. എന്നാൽ അവ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് പതറാതെ മുന്നോട്ട് പോവുക എന്നതായിരുന്നു ഏറ്റവും കഠിനമായ വഴി. ഓരോ കഥാപാത്രങ്ങളും കാലത്തിനു മാത്രം എഴുതി തീർക്കാൻ കഴിയുന്ന ഒരു വലിയ പുസ്തകത്തിലെ താളുകളായി മാറി. അവിടെ കുറുക്കുവഴികളില്ലായിരുന്നു. അഭിനയത്തിലെ പൊള്ളത്തരങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സിനിമയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ക്യാമറ ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് കുടുംബ പേരിനെ കുറിച്ചോ പാരമ്പര്യത്തെക്കുറിച്ചോ ആലോചിക്കാറില്ല. അതിനൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ: നിങ്ങൾക്ക് ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയുമോ? സിനിമയ്ക്ക് ശേഷം സിനിമയായി ദുൽഖർ ആ ചോദ്യത്തിന് തന്റേതായ രീതിയിൽ മറുപടി നൽകി. താരപ്പകിട്ടിന്റെ ഒരു വട്ടക്കണ്ണിക്കുള്ളിൽ ഒതുങ്ങാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഒരു ദിവസം അദ്ദേഹം പ്രണയം ആദ്യമായി തൊട്ടറിഞ്ഞ ചെറുപ്പക്കാരനായി. മറ്റൊരു ദിവസം അധികമൊന്നും മിണ്ടാതെ ഉള്ളിലൊതുങ്ങിയ ഒരു നോവായി നടന്നു. അദ്ദേഹം സ്വപ്നജീവിയായി അലഞ്ഞു തിരിയുന്നവനായി, തെറ്റുകൾ പറ്റുന്ന സാധാരണക്കാരനായി, കാമുകനായി, അതിജീവിച്ചവനായി. ഓരോ കഥാപാത്രവും വ്യത്യസ്തമായിരുന്നുവെങ്കിലും അവയ്ക്കെല്ലാം ഒരു പൊതു സ്വഭാവവും ഉണ്ടായിരുന്നു. അവയൊന്നും തന്നെ പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കാൻ വേണ്ടി അമിതമായി ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവയെല്ലാം ഇന്നും നമ്മൾ മറക്കാത്തത്. ദുൽഖറിന്റെ ഈ യാത്രയെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറി എന്നത് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തെ എളുപ്പത്തിൽ പ്രവചിക്കാൻ ആർക്കും സാധിച്ചില്ല എന്നതാണ്. അഭിനേതാക്കൾ തങ്ങളുടെ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചത് സ്വന്തം ഉള്ളിലെ കൗതുകത്തെയാണ്. വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത ഇൻഡസ്ട്രികൾ, വ്യത്യസ്ത സംവിധായകർ, വ്യത്യസ്തമായ വെല്ലുവിളികൾ. ഓരോ പുതിയ സിനിമയും കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു നീക്കമായിരുന്നില്ല, മറിച്ച് ഒരു കലാകാരൻ സ്വയം ചോദിക്കുന്ന ചോദ്യമായിരുന്നു: എനിക്ക് ഇനി എന്തായി മാറാൻ കഴിയും? ചിലരുടെ കരിയറുകൾ വിജയിച്ച വഴികളിലൂടെ വീണ്ടും വീണ്ടും സഞ്ചരിച്ച് കെട്ടിപ്പടുക്കുന്നതാണ്. എന്നാൽ സുരക്ഷിതം എന്ന് തോന്നുന്ന കംഫർട്ട് സോണിൽ നിന്നും കൃത്യസമയത്ത് മാറി നടന്നാണ് അദ്ദേഹം സ്വന്തം കരിയർ രൂപപ്പെടുത്തിയത്. അതുകൊണ്ടായിരിക്കാം പല ഭാഷകളിലെയും പ്രേക്ഷകർ അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഒരിടം നൽകിയത്. അദ്ദേഹം എല്ലാ ഇൻഡസ്ട്രിയുടെയും ആളായതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അഭിനയത്തിലെ സത്യസന്ധത അവരെ എല്ലാം ആകർഷിച്ചത് കൊണ്ടാണ്. ആ കഥാപാത്രങ്ങൾ ഒരിക്കലും കയ്യടിക്ക് വേണ്ടി യാചിച്ചിട്ടില്ല, പകരം അവ പ്രേക്ഷകരെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ചില അഭിനേതാക്കൾക്ക് ലാർജർ ദാൻ ലൈഫ് ഇമേജ് ലഭിക്കാറുണ്ട്. എന്നാൽ ദുൽഖർ ജീവിതത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളായി മാറി. കാലം കടന്നുപോയപ്പോ ആ താരതമ്യങ്ങളുടെ ഒച്ച പതിയെ കുറഞ്ഞു വന്നു. അത് അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയ വിലാസം ഇല്ലാതായത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം ആർക്കും അവഗണിക്കാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു. ആ യാത്രക്കിടയിൽ എവിടെയോ വെച്ച് ആളുകൾ പകരക്കാരെ തിരയുന്നത് നിർത്തി. പകരം അവർ അടുത്ത ദുൽഖർ സൽമാൻ സിനിമയ്ക്കായി കാത്തിരിക്കാൻ തുടങ്ങി. വളരെ ചുരുക്കം അഭിനേതാക്കൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാത്രയാണത്. ജന്മദിനങ്ങൾ സാധാരണയായി കടന്നുപോയ വർഷങ്ങളെയാണ് ആഘോഷിക്കാറുള്ളത്. എന്നാൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. നമ്മളെ വിസ്മയിപ്പിക്കാനുള്ള മറ്റൊരു അവസരം, അവർക്ക് മാത്രം ജീവൻ നൽകാൻ കഴിയുന്ന ഒരു കഥാപാത്രത്തെ കണ്ടെത്താനുള്ള മറ്റൊരു വഴി. ഈ കഥ ഇനിയും പൂർത്തിയായിട്ടില്ല. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ആവേശം തരുന്ന കാര്യവും. ജന്മദിനാശംസകൾ ദുൽഖർ സൽമാൻ. ഏറ്റവും കരുത്തുറ്റ സ്വത്വം ഒരിക്കലും പാരമ്പര്യമായി കിട്ടുന്നതല്ല, മറിച്ച് സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് നന്ദി.